സിനിമയുടെ ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നമുക്ക് സിനിമ കാണാം, എന്നിട്ട് അതിനെ വിലയിരുത്താം. നിങ്ങളെ കണ്ട, നിങ്ങളുടെ പകർനാട്ടം കണ്ട് ആസ്വദിച്ച പ്രേക്ഷകരിൽ നിന്നെല്ലാം വ്യത്യസ്തയായിരിക്കുമോ എന്റെ నిల్లడా నీయల్లో పంటెండే నిల్లడా నిల్లడా నీయల్లో పంటెండే വല്ലതോദര വീരവാദങ്ങളെ വല്ലം പ്രബോധര ഓരം പറഞ്ഞതും കണ്ടടാ നിന്നുടെ പോരാടുടെ സൗരമകന്നു പോയി നേരം ഭവാനുടെ സൗരമകന്നു പോയി. മഹാഭാരതത്തിലെ വളരെ സങ്കീർണമായിട്ടുള്ള വ്യക്തിത്വമാണ് ഭീമൻ്റെ. ഭീമനെ ഒരു കഥാപാത്രമാക്കി ഭീമനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുതിയ സിനിമയായിട്ട് എനിക്കിതിനെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിശ്ചയമായിട്ടും പുതുമുഖങ്ങളെയും അതുപോലെ തന്നെ പുതിയ സിനിമ പ്രവർത്തകരെയും എല്ലാം അണിനിരത്തിക്കൊണ്ട് സജീവം നടത്തിയ ഒരു പരീക്ഷണമായിട്ട് ഈ സിനിമയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സംവിധായകൻ നന്നായിട്ട് അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സിനിമ സാധാരണ സിനിമകളുടെ ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാൻ സാധിക്കുന്നത്. നിശ്ചയമായിട്ടും ഈ സിനിമ ഒരു വിഭാഗം ആസ്വാദകരെ നന്നായിട്ട് ആകർഷിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സിനിമയ്ക്ക് എല്ലാ ഭാവങ്ങളും ഞാൻ നൽകുകയാണ്. തീർച്ചയായിട്ടും ഞാനൊരു ബ്രേക്കിന് ശേഷമാണ്, ഇപ്പോൾ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് സ്ക്രീനിൽ ഞാനൊരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്. ശരിക്കും ഇതിലെ എൻ്റെ ഒരു കഥാപാത്രം ഭീമനായിട്ടാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഒരു ഡാൻസ് അല്ലെങ്കിൽ ഒരു നൃത്തത്തിന് പ്രാധാന്യമുള്ള ഒരു പടം ചെയ്യണമെന്നൊരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും സന്തോഷേട്ടൻ, ഡയറക്ടർ സന്തോഷേട്ടൻ കാരണം എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. രണ്ട് ഗെറ്റപ്പ്, അതായത് സ്ത്രീയും പുരുഷനുമായിട്ടുള്ളൊരു രണ്ട് തലങ്ങളാണ് ചെയ്യാൻ പറ്റിയത്. വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ സന്തോഷ് സൗകര്യ. ഇന്ന് 7 പടങ്ങൾ ഡയറക്റ്റ് ചെയ്തതിൻ്റെ 8ാമത്തെ പടമായിരുന്നു. ഒരു മരണത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് ഞാൻ ചെയ്യുന്ന ചിത്രമാണ്. ഞാനിതിലെ ജീവിതം പറയുന്നില്ല, മറിച്ച് ഞാൻ സിനിമയാണ് പറയുന്നത്. ക്യൂരിയോസിറ്റി, ഇൻ്റലിജൻസ്, നോവൽറ്റി, എഡ്യൂക്കേഷൻ, ഇമോഷൻ, അഫെക്ഷൻ എന്ന് പറയുന്ന സിനിമയുടെ ധർമ്മങ്ങളെ ഞാൻ പ്രാക്ടിക്കലാക്കാനായിട്ട് നോക്കിയത്. അത് ഞാൻ കാണുന്ന എൻ്റെ ഭാരതത്തിൻ്റെ ഇതിഹാസമായ മഹാഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മധ്യമൻ്റെ മാനസിക വ്യാപാരങ്ങളിലൂടെയും ഒപ്പം മധ്യമൻ ഭീമനെ പ്രണയിക്കുന്ന ദ്രൗപദിയുടെയും അവരുടെ പ്രണയങ്ങളിലൂടെ ഞാൻ തീർച്ചയായിട്ടും ലെസ്ബിയൻസിനെ കുറിച്ചാണ് ഞാൻ ഈ കഥയിലൂടെ ഞാൻ പ്രേക്ഷകരുമായി സംബന്ധിക്കുന്നത്. ചിത്രം ഞാൻ കരുതുമ്പോൾ സാധാരണ നിലവിൽ ഓടുന്ന റൂട്ടിൽ നിന്ന് മാറി ഓടുന്ന ചിത്രമാണ് ഭീമനർത്തകി. സത്യത്തിൽ എല്ലാ പ്രേക്ഷകരും കാണണം. ഭീമനർത്തകിയിൽ ഒരുപാട് പാഠങ്ങൾ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ്. മലയാളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ക്ലാസിക്കൽ കലയായ കഥകളിയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഭീമനർത്തകി തയ്യാറാക്കിയിരിക്കുന്നത്. ഭീമനർത്തകി കാണുക, ഭീമനർത്തകിയെ വിലയിരുത്തുക.